കേരളത്തിലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഞാനൊന്ന് കാണിക്കാം. അതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ? കണ്ടന്റ്. നിങ്ങൾക്കറിയാം SSLC നിങ്ങൾക്ക് ഒരു ചെറിയൊരു കുന്നാണെങ്കിൽ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മലയാണ്. അതായത് നിങ്ങൾ 8, 9, 10 ഇങ്ങനെ പോകുന്ന കണ്ടന്റ് ആണെങ്കിൽ പ്ലസ് വൺ എത്തുമ്പോൾ കണ്ടന്റിൽ എന്ത് ചെയ്യാണ്? ഒരു 3x അല്ലെ 3 ഇരട്ടി എന്ത് ചെയ്യാണ്? അധികമായി മാറുകയാണ്. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതായത് കുറേ അധികം പഠിക്കാനുണ്ട് സാറേ, പഠിച്ചിട്ടും തീരുന്നില്ല, എന്നെക്കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, എത്രയാണ് പഠിക്കാനുള്ളത്, എന്നെക്കൊണ്ട് ആവുന്നില്ല, SSLCക്ക് എന്ത് സിമ്പിളായിരുന്നു, പ്ലസ് വൺ ഭയങ്കര ടഫാണ്, കണ്ടന്റ് ഒരു പ്രശ്നമാണ് സാറേ. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യെസ്, എനിക്ക് കണ്ടന്റ് ഒരു പ്രശ്നമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. സ്കൂൾ ടീച്ചേഴ്സ് എടുക്കുന്നത് ഭയങ്കര സ്പീഡിലാണ് എടുക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അക്കൗണ്ടൻസി മനസ്സിലാവുന്നില്ല, ബിസിനസ് മനസ്സിലാവുന്നില്ല, സോഷ്യോളജി മനസ്സിലാവുന്നില്ല, പൊളിറ്റിക്സ് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഓണം എക്സാം നിങ്ങൾക്ക് നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങളുടെ സ്കൂളിൽ പ്ലസ് ടുക്കാർക്ക് ഓണം എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി മന്ത്ലി ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതൊരു പ്രശ്നമാണ് സാറേ. എന്താ ചെയ്യുക ഞാൻ? എനിക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പിടുത്തം കിട്ടുന്നില്ല. എന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്, ആ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ എഴുതുന്നത്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. അതെൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. നാലാമത്തേതാണ് സ്പീഡാണ്. സ്കൂൾ ടീച്ചേഴ്സ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഒരാഴ്ചനെ കൊണ്ടൊക്കെ ഒരു ചാപ്റ്റേഴ്സ് തീർക്കുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 2 ചാപ്റ്റേഴ്സ് തീർക്കുന്നു. ഭയങ്കര സ്പീഡിലാണ് അവർ പോകുന്നത്. അവരെടുക്കുന്നത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അവസ്ഥ കൂടി പ്ലസ് വണ്ണിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ അവസ്ഥ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താണ് നിങ്ങളുടെ പ്ലസ് വണ്ണിലെ അവസ്ഥ? എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്, അതേപോലെ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ല, ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. എന്താ സാറേ ഞാൻ ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി എജ്യൂപോഡിൻ്റെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് നമ്മുടെ എജ്യൂപോഡിൻ്റെ പെയ്ഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ നോട്ടുകളും അതേപോലെ തന്നെ ചാപ്റ്ററിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തരുന്ന കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനുള്ള പ്ലസ് വൺ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ എജ്യൂപോഡിൻ്റെ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9207998855 നമ്പറിൽ വിളിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് കിട്ടും, PYQ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത്ര സ്റ്റേബിൾ അല്ല, നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ എക്സാം സമയത്ത് നമ്മൾ ലൈവ് തരും. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് എക്സാം സമയത്ത് ലൈവ് കൊണ്ട് മാത്രം റെഡി ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് ലൈവുകളാണ്. നിങ്ങൾ ലൈവുകളൊക്കെ ഒന്ന് കണ്ടിട്ട് ആദ്യം നിങ്ങൾ കണ്ടൻറ്റ് ഒന്ന് സെറ്റാക്കണം അല്ലേ? കാരണം നിങ്ങൾക്കറിയാം SSLCയേക്കാൾ ഒരു 3 ഫോൾഡ് 3 ഇരട്ടിയാണ് നിങ്ങൾക്ക് പ്ലസ് വൺ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ SSLCക്ക് മാറ്റി വെച്ച പോലെ അവസാന നിമിഷം എക്സാമിൻ്റെ തലേന്നൊക്കെ പോയി പഠിച്ചാലൊന്നും നിങ്ങൾക്ക് മക്കളെ പ്ലസ് വൺ ഒരിക്കലും സെറ്റാക്കാൻ സാധിക്കില്ല. കൺസിസ്റ്റൻറ്റ് വർക്ക്, സ്ഥിരമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് വണ്ണ് ഒരു ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. എജ്യൂപോഡിൻ്റെ കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം തന്നെ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ നമ്മുടെ എജ്യൂപോഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യൂ. നിങ്ങൾക്ക് അവിടെ ക്ലാസ്സിലെ ആപ്പിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, PYQs ഉണ്ട്, നോട്ടുകളുണ്ട്. അത് നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് വിളിക്കുക, ബാക്കി ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്ക് എക്സാം സമയത്തൊക്കെ നമ്മൾ അധികം ലൈവുകൾ തരും. അപ്പോൾ നിങ്ങൾ പ്രശ്നം എന്താ വെച്ചാൽ എക്സാമിന് മൂട്ടിലൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പ്ലസ് വൺ ആണ്, നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഓരോന്നൊക്കെ സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നിങ്ങൾ പിന്നെ അതുപോലെ പഠന സംബന്ധം നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര വലിയ കമൻ്റ് ആണെങ്കിൽ നമ്മൾ വായിച്ചിട്ട് അതിങ്ങനെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അപ്പോൾ എജ്യൂപോഡ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട മക്കളെ. നിങ്ങൾ സെറ്റായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നമ്മൾ നോക്കട്ടെ, ഓരോന്നോരോന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.